ഇന്നത്തെ റെസിപ്പി നമ്മുടെ നാടൻ പരിപ്പ് വടയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വടയാണ് മസാല വട. അപ്പോൾ നമുക്ക് എങ്ങനെ മസാല വട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് പീസ് ദാൽ എടുക്കാം. ഈ പരിപ്പാണ് സാധാരണ വടയ്ക്ക് ഉപയോഗിക്കാറ്. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ പരിപ്പ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് കടലപ്പരിപ്പ് ഉപയോഗിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ കുതിർത്താനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിനെ വെള്ളം മുഴുവൻ പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരച്ചെടുക്കാവൂ. വെള്ളം കൂടിയേ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. വെള്ളം മുഴുവൻ വാർന്നതിന് ശേഷം നമുക്ക് ഈ പരിപ്പും മുളകും അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരു ചെറിയ ജാറിൽ 2 ബാച്ചായിട്ടാണ് ഞാനിതിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ അരഞ്ഞു കിട്ടും. ഇത് ഒരുപാട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ അത്യാവശ്യം തരികളായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനൊരു ടെക്സ്ചറിലാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചു കഴിഞ്ഞാൽ കിട്ടുക. ഇനിയിപ്പോൾ എങ്ങാനും നമുക്ക് കുറച്ച് വെള്ളം കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെള്ളമൊന്നും കൂടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അരച്ചു വെച്ച പരിപ്പിലേക്ക് നമുക്ക് ചെറുതായി എരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാള, 3-4 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, പിന്നെ അരയ്ക്കുമ്പോൾ 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 നുള്ളി കായം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തികച്ചും ഓപ്ഷണലാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സാമ്പാർ പൗഡർ അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല ഇതിലേത് വേണമെങ്കിലും എടുക്കാം. നമുക്കത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ വടയ്ക്ക് വേറെ ഒരു ഫ്ലേവർ കൂടെ കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വട തയ്യാറാക്കാം. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇപ്പം എല്ലാം നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. നമുക്കിതിന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളകളായിട്ട് കയ്യിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റേ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഷേപ്പ് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാതും ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വടകൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ചിടണം. ഒരു സൈഡ് ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 2 സൈഡ് ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് 2 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് വടകൾ നല്ലപോലെ മൊരിയിച്ചെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഒട്ടും എണ്ണ കുടിക്കില്ല. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടകൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തോളൂ. താങ്ക് യു.